എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ച ക്രിസ്തീയ സമൂഹത്തിന് ഏറ്റവും സന്തോഷവും ആനന്ദവുമുള്ള ഒരാഴ്ചയാണ്. ഇന്ന് ഭൂമിയിൽ ഭൂരിഭാഗമായിട്ട് നിൽക്കുന്ന ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം. സൗത്ത് അമേരിക്കയിലോട്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഭൂരിഭാഗവും കത്തോലിക്കരാണ്. വലിയ ക്രിസ്തീയ സമൂഹങ്ങളാണ്. അവരുടെ എല്ലാ വീടുകളും അലങ്കരിക്കുന്നത് കണ്ടാൽ അത്ര മനോഹരമാണ്. ഓസ്ട്രേലിയയിൽ അഡ്ലേഡ് ഒരു സ്ഥലത്ത് ഞാൻ പോയി. അവിടെ ഒരു ഗ്രാമം മുഴുവനും അവരലങ്കരിക്കും. ഓരോ വീടുകളും അലങ്കരിക്കും മനോഹരമായിട്ട്. ഏറ്റവും നന്നായിട്ട് ക്രിസ്മസിനെ അലങ്കരിക്കുന്ന വീടിന് അവിടെ സമ്മാനമുണ്ട്. അതുകൊണ്ട് ഭയങ്കര മത്സരമാണ്. ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. എന്നോട് പലരും ചോദിച്ചു, ക്രിസ്മസ് ആഘോഷിക്കാമോ, നമ്മുടെ ജന്മദിനം ആഘോഷിക്കാമോ എന്ന ചോദ്യമാണ് പകരം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. യേശുവിനോട് ചിലർ ചോദിച്ചു, ഏത് അധികാരം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു? ഇതല്ല, നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? യേശു ചോദിച്ചു, ഞാനും വേറൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? അപ്പോൾ വന്ന പരീശന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്താണ്? സ്വർഗത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് എടുത്തില്ലെന്ന് കർത്താവ് ചോദിക്കും. മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അവനെ യോഹന്നാനെ പ്രവാചകനായിട്ട് കണ്ടതുകൊണ്ട് മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പേടിച്ചിട്ട് മനുഷ്യരെ ഇവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. ഇതുപോലെ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ ഞാനൊരു മറുപടി, നിങ്ങളുടെ ജന്മദിനം നിങ്ങൾക്കും എനിക്കും ആഘോഷിക്കാമെങ്കിൽ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കണം. എന്നാൽ ആഘോഷം അതിര് കടക്കരുത് എന്ന് മാത്രം. വീട് അലങ്കരിച്ചോ, എന്നാൽ വിഗ്രഹങ്ങൾ ഇതിൻ്റെ മറവിൽ ജീവിതത്തിലോട്ട് കയറരുത്. ഇതൊരു വിഗ്രഹാരാധനയ്ക്ക് മറയാകരുത്. ആഘോഷിച്ചോളൂ. മദ്യം അതുപോലുള്ള അനുഭവങ്ങൾ അകത്ത് കയറ്റരുത്. പ്രാർത്ഥന, ബൈബിള് വായന, മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തീരദേശത്ത്, ആലപ്പുഴയുടെ ഒരു തീരദേശത്ത് വീടുകൾ കയറി ഇറങ്ങി അവരെ ഒരുമിച്ച് കൂട്ടി. അവർക്കൊത്തിരി കളികൾ, കുട്ടികൾക്കെല്ലാം ഒത്തിരി കളികൾ വെച്ചു. അവരുടെ കൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി, നൃത്തം ചവിട്ടി. മാത്രമല്ല അവർക്കൊത്തിരി സമ്മാനങ്ങൾ, കുഞ്ഞുങ്ങൾക്കെല്ലാം ഒത്തിരി സമ്മാനങ്ങൾ കൊടുത്തു. അതിനുശേഷം ദൈവവചനം പറഞ്ഞു. അപ്പോൾ ക്രിസ്മസ് ഒരു സന്തോഷമാക്കി നമുക്ക് മാറ്റാൻ കഴിയും. ക്രിസ്മസ് മദ്യം കൊണ്ട് നിറഞ്ഞ് അടിയും ബഹളവും ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും കയറുന്നതല്ല ക്രിസ്മസ്. ഇതൊരു സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. ആ ദിവസങ്ങളാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളെ സന്തോഷം കൊണ്ട് നിറക്കുക. യേശു ജനിക്കുമ്പോൾ ഒരു വീട്ടിൽ ജന്മദിനമുള്ള ദിവസം അവരുടെ വീട്ടിൽ എന്തെല്ലാം അലങ്കാരമാണ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേ. എന്നാൽ അതിൽ വിഗ്രഹങ്ങൾ കയറ്റാതെ, അതിൻ്റെ മറവിലൊരു ദൈവവചന വിരുദ്ധമായി ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ലൈറ്റ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് സുവിശേഷം പറയാനൊക്കെ അതൊരു സന്തോഷമാണ്. അതിനെ എല്ലാ കാര്യവും പാപമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ കാര്യത്തിലല്ല. ഇത് നമുക്ക് സുവിശേഷം അറിയിക്കുവാനും കർത്താവിനെ കുറിച്ച് പറയാനും കിട്ടുന്ന ഒരു നല്ല സമയമാണ്. ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ബൈബിൾ പറയുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കിട്ടുന്ന ചാൻസുകൾ മുഴുവനും നമുക്ക് ആഘോഷിക്കാം. യേശുവിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് പേരെ വീട്ടിൽ വിളിക്കാം. ഒരു അവിശ്വാസിയെ വീട്ടിൽ വിളിച്ച് ഊണ് കൊടുക്കാനും അവരോട് യേശുവിനെ കുറിച്ച് പറയാനൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഈ അവസരങ്ങളെ നമുക്ക് അതുപോലെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ബന്ധുക്കളെ, വേണമെങ്കിൽ നമ്മുടെ എല്ലാ ബന്ധുക്കളെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി ഇതൊരാഘോഷമാക്കി മാറ്റ്. അങ്ങനെയൊക്കെ ജ്ഞാനം ഉപയോഗിച്ച് കർത്താവിലോട്ട് ജനങ്ങളെ നയിക്കാൻ, സുവിശേഷീകരണത്തിന് ഇതൊരു കാരണമാക്കി മാറ്റിയാൽ അനേകം രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടുകയാണെങ്കിൽ ഇത് പ്രയോജനമാണ്. നാളെ അവർ പറയും, ഒരു ക്രിസ്മസ് ദിവസം
ആ ഇന്ന കുടുംബം, ആ തോമാച്ചായൻ്റെ കുടുംബം, ആ മേരിയുടെ കുടുംബം, ആ മേഴ്സിയുടെ കുടുംബം ഞങ്ങളെ വിളിച്ച് അവർ നല്ലൊരു ഊണ് തന്നു, സുവിശേഷം പറഞ്ഞു. അന്നാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഞങ്ങൾ സ്നാനപ്പെട്ട് ഈ ഭാഗത്തേക്ക് വരാൻ ഒരു ക്രിസ്മസാണ് കാരണമായത് എന്ന് പറയിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജ്ഞാനത്തിൽ ചെയ്യാമോ? അതിനുള്ള സമയമുണ്ട്. ഇനി 3-4 ദിവസങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഈ ആഴ്ച മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. പ്രൈസ് ജനറേഷൻ ചർച്ചിലുള്ളവർ ഇതുപോലെ സൽക്കാരങ്ങൾക്കായിട്ടും സുവിശേഷീകരണത്തിനായിട്ടും ഉപയോഗിക്കുക. മാത്രമല്ല 25-ാം തീയതി ചർച്ചിലെ മീറ്റിങ്ങിന് വേണ്ടി രാവിലെ 10:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ. ആ വ്യാഴാഴ്ച മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാനും അവരെ കൂട്ടിക്കൊണ്ടുവരാനും ഇതൊരു കാരണമാകട്ടെ. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മാറി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ആഴ്ചയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. എന്തൊരു വന്ദനം! ദൂതൻ അവളോട്, മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. 6-ാം മാസത്തിൽ, ആരുടെ 6-ാം മാസത്തിൽ? എലിസബത്ത് ഗർഭം ധരിച്ച് 6 മാസമായി. ഈ 6-ാം മാസത്തിൽ, അല്ലെങ്കിൽ സക്കറിയാവിനെ ദേവാലയത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷനായി 6-ാം മാസത്തിൽ. അതേ ഗബ്രിയേൽ മാലാഖ ഇതാ മറിയയുടെ അടുക്കൽ വന്നു. സക്കറിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ വലിയവനാകും. യോഹന്നാൻ ദൈവ സാന്നിധ്യത്തിൽ വലിയവനാകുമ്പോൾ യേശു വലിയവനാണ്. അതുകൊണ്ട് അവൻ ജനിച്ചാൽ അവന് വലിയവനാകാതിരിക്കാൻ കഴിയില്ല. അവൻ ജനിച്ചതേ വലിയവനായിട്ടാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് മത്തായി 2-ൽ നമ്മൾ കാണുന്നത്. ഇതുപോലെ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുന്നോടിയായി യോഹന്നാനെ ഒരുക്കുന്നു. യോഹന്നാൻ അമ്മയുടെ വയറ്റിൽ 6 മാസമായപ്പോൾ ഇതാ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ പ്ലാനിങ്, ദൈവത്തിൻ്റെ സമയങ്ങൾ ഒരിക്കലും തെറ്റില്ല. എലിസബത്തും സക്കറിയാവും തലമുറയെ കാണാൻ വൈകിയത് എന്തുകൊണ്ടാണ്? അതിന് കാരണം യേശുവിൻ്റെ വരവും യോഹന്നാൻ്റെ വരവും തമ്മിൽ അടുത്തായിരിക്കണം. യേശുവിന് വഴിയൊരുക്കാൻ വരുന്ന യോഹന്നാൻ 6 മാസം മുമ്പൻ ആയിരിക്കണം, കുറച്ച് മുൻപ്. കാരണം വഴിയൊരുക്കാൻ വരുന്നവനാണല്ലോ. എന്നാൽ വലിയ പ്രായ വ്യത്യാസമില്ല, 6 മാസം. അങ്ങനെ ഒരു ക്രമീകരണമാണ് കർത്താവ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ദൈവത്തിൻ്റെ തക്ക സമയത്ത് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം സക്കറിയാവിൻ്റെ വീടിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് സക്കറിയാവിൻ്റെ വാഗ്ദത്തം വൈകിയത്. സക്കറിയാവും എലിസബത്തും ദൈവത്തിൻ്റെ വഴികളിലെല്ലാം കൽപ്പനകളിലെല്ലാം നീതിയുള്ളവരായിരുന്നു എന്ന്, ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ നീതിയുള്ളവരായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയും നീതിയിലും വിശുദ്ധിയിലുമൊക്കെ ജീവിക്കുന്ന
ഇവർക്ക് എന്തുകൊണ്ട് മറുപടി വൈകി? അതിൻ്റെ ഒറ്റ കാരണം, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഉല്ലാസവും സന്തോഷവും ഉണ്ടാകും. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. മോശയേക്കാൾ, അബ്രഹാമിനേക്കാൾ, ഈസഹാക്കിനേക്കാൾ, യാക്കോബിനേക്കാളൊക്കെ വലിയവനായി ജനിക്കുന്ന യോഹന്നാൻ, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി മരുഭൂമിയിൽ നിന്ന് വന്ന യോഹന്നാൻ, തൻ്റെ ജനനം കർത്താവിലേക്ക് ജനങ്ങളെ തിരിക്കുന്ന ഒരു മുഖാന്തരമാണ്. വലിയൊരു ദൗത്യമുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ ജനനത്തിൻ്റെ ഡേറ്റ് തെറ്റാൻ പാടില്ല. എന്നാൽ സക്കറിയാവിനും എലിസബത്തിനും പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കർത്താവിനെ സേവിച്ചിട്ട് എന്തുകൊണ്ട് വൈകി? വൈകിയതല്ല സക്കറിയാവേ, വൈകിയതല്ല എലിസബത്തെ, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നീതിയും വിശുദ്ധിയുമുള്ളവരല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെന്ന് നിങ്ങൾ അറിയപ്പെടുന്ന നിലയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. യേശുവിനോട് കണക്റ്റാണ് യോഹന്നാൻ. ഇതുപോലെ തന്നെയാണ് നാം യേശു കർത്താവുമായിട്ട് കണക്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ എന്തെല്ലാം പ്രോഗ്രാമുണ്ടോ ആ പ്രോഗ്രാമിനോട് കണക്റ്റാകാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും നമുക്ക് വൈകുന്നത് പോലും. എന്നാൽ അല്പം വൈകിയെന്ന് തോന്നിയാലും അത് ഭൂമിയിൽ ആർക്കുമില്ലാത്ത നന്മയായിരിക്കും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് യേശു സാക്ഷ്യം പറഞ്ഞു. ഇതുപോലെ ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ആർക്കുമില്ലാത്ത എന്തൊക്കെയോ അനുഗ്രഹം യേശുവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ട്, യേശുവിൻ്റെ പദ്ധതികളുമായി ബന്ധമുണ്ട്. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ സ്വർഗീയ പദ്ധതിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ വൈകിയെന്ന് തോന്നിയാലും അത് ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറും. ഈ ഒരു ദൂത് ഇന്ന് ഏറ്റെടുക്കുവാൻ ഈ ക്രിസ്മസ് ആഴ്ചയിൽ നമുക്ക് ദൈവത്തിൽ ഏൽപ്പിക്കാം. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തെ അന്ന് മരുഭൂമിയിൽ ഘോഷിക്കുവാൻ ദൈവം കണ്ട ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായി എഴുന്നേറ്റ് വന്ന യോഹന്നാൻ തക്ക സമയത്താണ് ജനിച്ചത്. നമ്മൾ പറയും വയസ്സാങ്കാലത്ത് ജനിച്ചു, അല്ല, തക്ക സമയത്ത്. ഒരു സത്യം അറിയാമോ? ദൈവ വഴിയിൽ നടക്കുന്നവർക്കൊന്നും വൈകിപ്പോകുന്നില്ല, മുടങ്ങിപ്പോകുന്നില്ല. ഒന്ന് വൈകിപ്പോകുന്നില്ല, രണ്ട് മുടങ്ങിപ്പോകുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഒരു കാര്യവും വൈകിപ്പോകുകയില്ല, ഒരു കാര്യവും മുടങ്ങിപ്പോകുകയില്ല. കർത്താവ് ക്ഷണത്തിൽ ആ കാര്യം നിവർത്തിച്ച് തീർക്കും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ ക്രിസ്മസ് ആനന്ദ ദിവസങ്ങളിൽ ഈ തിങ്കളാഴ്ച രാവിലെ എന്നെ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ആനന്ദവും ആഘോഷവും സമാധാനവും വർണ്ണിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളും യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. അവധിയുള്ള പല രാജ്യങ്ങൾക്കും അവധിയുള്ള ഈ സമയത്ത്, ഈ സീസണിൽ നാട്ടിലേക്ക് പലരും കടന്നു വന്ന ഈ സമയത്ത് മാതാപിതാക്കളോട് ഒരുമിച്ചൊക്കെ ഈ സന്തോഷം ആഘോഷിക്കുമ്പോൾ അനേകം രക്ഷിക്കപ്പെടാൻ ഇത് കാരണമാണ്. ഈ വീടുകളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ സന്തോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന രോഗങ്ങൾ ഇവരെ വിട്ടു മാറട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇവരെ വിട്ടു മാറട്ടെ. എല്ലാവിധ അനുഗ്രഹ സമൃദ്ധി കൊണ്ടും ഈ ഭവനങ്ങൾ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ആഴ്ച നമുക്ക് കർത്താവിൽ വളരെ അധികം സന്തോഷിക്കാം, ഉല്ലസിക്കാം. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. നാളെ രാവിലെ നമുക്ക് ചില ക്രിസ്മസ് സന്ദേശങ്ങൾ കേട്ട് ബലപ്പെടാം. ഗോഡ് ബ്ലെസ് യു. I sing praises to your name, oh Lord, praises to your